നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിതിലോട്ട് ചിക്കൻ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും വെളുത്തുള്ളിയുടെ പൊടിയും അതല്ലെങ്കിൽ പേസ്റ്റ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് പാസ്ത വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചൂടാക്കാൻ വെക്കുക. വെള്ളത്തിന് കൃത്യമായിട്ട് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ചധികം വെള്ളം തന്നെ വെക്കുക. വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് പാസ്ത ചേർത്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പെന്നെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 9 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് വരാനായിട്ട് എടുത്തിരുന്നു. ചില പാസ്തകൾക്ക് അത്രയും സമയം വേണ്ടി വരില്ല, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഏകദേശം പാസ്തയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 90% മാത്രം പാസ്ത വേവിച്ചെടുത്താൽ മതി. നമ്മളിതുപോലെ എടുത്ത് നോക്കുമ്പോൾ ഒരു നൈഫ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമാണ് കേട്ടോ. ഇനി നമുക്ക് പാസ്ത ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. നമുക്കിനി ഈ പാസ്തയിലോട്ട് കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഓയിൽ ചേർത്ത് കൊടുത്തിരുന്നു. ഇങ്ങനെയും കൂടി ചെയ്യുകയാണെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ പാസ്തകൾ വിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലോട്ട് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം എല്ലില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 7 മിനിറ്റാണ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് വരാനായിട്ട് എടുത്തത്. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം സെയിം ഓയിലിൽ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 വലിയ സൈസിലുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയുടെ ആ റോ ഫ്ലേവറൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളിയുടെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയാണ്. 2 ടീസ്പൂൺ സവോളയാണ് കേട്ടോ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. സവോളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ സെയിം പാനിൽ തന്നെയാണ് കേട്ടോ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്കിതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ലോയിലോട്ട് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ ഈ ബട്ടറിലോട്ട് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ ടീസ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാക്സിമം നമുക്ക് 2 ടേബിൾ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് കട്ട പിടിച്ച് പോകും കേട്ടോ നമ്മുടെ ഈ പാസ്ത. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 1 ടേബിൾ ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ ബട്ടറിൽ ഇട്ടിട്ട് ഈ മൈദയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 300 ml പാല് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൈദയും പാലും കൂടി കട്ട പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ഓർക്കാം. സോസ് എല്ലാം ചെറുതായിട്ട് കുറുതായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാൻഡ്വിച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ചീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമ്മളിതിലോട്ട് സ്പൈസസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുക ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായതിന് ശേഷം നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം പാസ്ത ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പാസ്ത നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതാണ് കേട്ടോ ഇത് എപ്പോഴും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.